നാശം പിടിക്കാൻ. അയ്യോ എന്റെ കബഡി. കബഡിയല്ല, ഒലക്കട മൂട്. ഞാൻ സഹായിക്കണോ അമ്മേ? വേണ്ട മോളെ, അമ്മ ചെയ്തോളാം. നീ പോയി പല്ലിയേക്ക്. നല്ല രസമുണ്ടല്ലേ അമ്മേ? നിനക്ക് നല്ല അടി വെച്ചു തരും. പോയി പല്ലിയേക്ക്. അച്ഛനെ പോലെ കുഴിമടി കാണിക്കാതെ പോയി പല്ലിയേക്ക് പോ. ഹായ്, നല്ല കടലക്കറീന്റെ മണമല്ലേ അമ്മേ? അടുത്ത വീട്ടിൽ വെക്കുന്ന കടലക്കറിയുടെ മണം ആസ്വദിക്കാനാ എനിക്ക് നിനക്ക് യോഗം. ചുമപ്പ്, പച്ച, മഞ്ഞ. വണ്ടി ലേശം കാറ്റ് കുറവാണെന്ന് തോന്നുന്നല്ലേ. അമ്മേ, അച്ഛന്റെ വണ്ടിയിൽ കാറ്റില്ലാന്ന്. കാറ്റില്ലെങ്കിലേ അവിടെ ഇരുന്ന് ഊതി നിറയ്ക്കാൻ പറ നിന്റെ അച്ഛനോട്. എന്നിട്ടേ എന്റെ നിന്റെ വയറ്റിലൂടെ കാറ്റ് ഊതി നിറയ്ക്കാൻ പറ. അതാകുമ്പോ വിശപ്പിന്റെ പ്രശ്നമില്ലല്ലോ. മോളെ, അച്ഛൻ ജോലിക്ക് വിട്ട് വരാ. മോളെ അപ്പുറത്ത് പോയി നാഴി അരി വാങ്ങിച്ചിട്ട് വരുമോ? എനിക്ക് വയ്യ അമ്മേ. മോളെ ഇന്ന് തന്നെ കൊടുക്കാന്ന് പറ. എനിക്ക് വയ്യ അമ്മേ, എന്നെ ആന്റി വഴക്ക് പറയും. അച്ഛൻ ഇന്ന് ജോലിക്ക് പോയെന്ന് പറഞ്ഞാ മതി മോളെ. കഞ്ഞി വെക്കാൻ 1 മണി അരിയില്ല ഇവിടെ. മോൾ ഒന്ന് പോയിട്ട് വാ. ദാ കാലക്കേട്. ഇന്ന് നീ എന്ത് കാലക്കേടിനാന്തോ? പോകാക്കെ. എന്തിനാ കൊച്ച കിടന്ന് നിലവിളിക്കുന്നേ? മോൾക്ക് ആഹാരം കൊടുത്തോണ്ടിരിക്കുന്ന കണ്ടില്ലേ നീ? മോള് കഴിക്ക്. ആ മോളെന്താ രാവിലെ പാത്രമൊക്കെ ഇട്ട് വന്നിരിക്കുന്നേ? അമ്മ പറഞ്ഞു നാഴി അരി തരാൻ. അതിനാണോ മോളിവിടെ നിൽക്കുന്നേ? അകത്തേക്ക് കയറി വാ. സേതുവേട്ടാ, ഒന്നിങ്ങി വന്നേ. മോളിത് കഴിച്ചോ മോളെ. ആ ഓ
ദേ ചേട്ടാ, എന്നും കൊന്നും ഇങ്ങനെ കടം കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. എടി അവന് ജോലി ഇല്ലാത്തോണ്ടല്ലേ, അവൻ ജോലിക്ക് പോയിട്ടുണ്ട്. എന്നും പറഞ്ഞ് എത്രയെന്ന് വെച്ചാ ഇങ്ങനെ കടം കൊടുക്കുന്നേ? നമ്മളൊക്കെ മനുഷ്യരല്ലേടി, കുറച്ചൊക്കെ വിട്ടുവീഴ്ച ചെയ്യണ്ടേ? നീ ആ വെള്ളം ചൂടാക്കിയ ചുമ്മാ കിടന്ന് വെള്ളം വയ്ക്കാതെ. സേതുവേട്ടൻ എന്തു പറഞ്ഞാലും നടക്കത്തില്ല. നിന്റെ ഒരു കാര്യം, ആ കുഞ്ഞ് വെളിയിൽ നിന്ന് ഇതൊക്കെ കേൾക്കുന്നുണ്ട്. എടി, ആ കുഞ്ഞിന്റെ മുഖത്ത് നോക്കി നിനക്ക് എങ്ങനെ ദേഷ്യപ്പെടാൻ കഴിയുന്നു? അയാൾക്ക് എന്താ ജോലിക്ക് പോയാല്? എടി, അവനൊന്ന് ജോലിക്ക് പോയിട്ടുണ്ട്. കുറെ കവടിയും പോക്കറ്റിലിട്ട് എട്ടെറിഞ്ഞ് കളിച്ച് നടന്നാ മതിയല്ലോ അയാൾക്ക്. എടി, ആ കുഞ്ഞിതെല്ലാം കേൾക്കുകയാണ്. നമുക്കും ഒരു കുഞ്ഞുണ്ട്, അത് നീ ഓർക്കണം. സേതുവേട്ടൻ എന്ത് പറഞ്ഞാലും നടക്കത്തില്ല. അമ്മേ അയ്യോ മോളെ, എന്റെ പൊന്നു മോളെ, പൊന്നു മോളെ, നിനക്ക് എന്ത് പറ്റി മോളെ? എന്റെ പൊന്നു മോളെ, അയ്യോ, എന്റെ പൊന്നു മോളെ, നിനക്ക് എന്ത് പറ്റി? കണ്ണു പറ മോളെ. മോളെ, എന്റെ പൊന്നു മക്കളെ, നിനക്ക് എന്ത് പറ്റി മോളെ? എന്താ എന്താ എന്ത് പറ്റി? എന്ത് പറ്റി മോളെ? ഗീതേ, എന്ത് പറ്റി മോൾക്ക്? എന്ത് പറ്റി മോളെ? മോളെ മോളെ മോളെ, വാ വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. പെട്ടെന്ന് വാ. വാ, പെട്ടെന്ന് വാ. കേറ് കേറ് കേറ്, പെട്ടെന്ന് കേറ്. ദാ, ഈ. ദാ, ദാ, ഈ കാശ് വെച്ചോ. പെട്ടെന്ന് വെക്കോ, പെട്ടെന്ന് വെക്കോ. ദൈവമേ, കുഞ്ഞിനൊന്നും വരുത്തല്ലേ. ആ, എന്ത് പറ്റി സതീശ? കാറ്റ് കുറച്ച് കുറവാണോ? ആ, കുറയും. ആ, എന്ത് പറ്റി സതീശ? ഇന്ന് പണിക്കൊന്നും പോയില്ലേ? അതെന്ത് ചോദ്യമാ ഗോപി, സതീശനെ വിഷമിപ്പിക്കാനായിട്ട്? അതെന്ത് പറച്ചില്ല അണ്ണ, പുള്ളിക്കാരൻ പണിക്ക് പോയാൽ കാക്ക മലന്ന് പറക്കത്തില്ലയോ? സതീശൻ പണിക്ക് പോയാ ഇന്നത്തെ കവടിയേറ് മത്സരം കാണാൻ ആള് വേണ്ടേ ഗോപിയെ? അതെ സതീശ, ഇന്നലത്തെ എട്ടേറെ തോറ്റേന്റെ വാശിയില് ആ ചുണ്ടലി ഷൈജുവും കൂറ സുനിലും ബെറ്റ് വെച്ചിട്ടാ പോയിരിക്കുന്നത്. അതിന്റെ ബാക്കിയൊന്ന് പണയില്ല. ആ, 10 മണിക്ക്. അയ്യോ, ഞാൻ അറിഞ്ഞില്ലല്ലോ ഗോപിയണ്ണ. 1000 രൂപയാ ബെറ്റ് വെച്ചിരിക്കുന്നത്. 1000 രൂപ? ഞാനിപ്പോ വരാമേ. ഇവന് പെണ്ണു പിടിച്ചു കൊടുത്ത തന്തയും തള്ളയും പറഞ്ഞാ മതിയല്ലോ, അല്ലാതെ എന്തു പറയാനാ? ആ പെങ്കൊച്ചിന്റെ തലയിലെടുത്ത് അല്ലേ അണ്ണാ? പിടിടാ പിടിടാ ഡേയ് പിടിടാ, എറിയടാ എറിയടാ, ദേ വിട്ടുകൊടുക്കരുത്, ദേ സുരുക്കി വിട്ടുകൊടുക്കരുത്, എറിയടാ എറിയടാ, എറി എറിയടാ, എറി എറി, പിടിച്ചോയി പിടിച്ചോയി, പിടിടാ. ഒരെട്ട് ഇല്ലേ? 1 2 3 എറിയടാ, എറി 3 പിടിടാ. അളിയാ, ഞാൻ അറിയാടാ. നീ അവിടെ നില്ലടാ, പൈസക്കാണ് എറിയുന്നത്. പിടിടാ പിടി. ഞാൻ അറിയാടാ. എടാ, ഈ 2 അവനെ വെട്ടടാ, എറിയടാ 2, ഇതാ 2. ഷൈജു, ഞാൻ അറിയാടാ, ഞാനറിയാം. എടാ സതീശ, നിന്റെ പൈസ ഉണ്ടാ, ഇത് വെറ്റ് വെച്ച് കളിക്കുന്നതാണ്. പൈസ ഇല്ല, നീ പോയണീറ്റ്. അങ്ങനെയാണ് നീ ഇവിടുന്ന് കളിക്കണ്ട. പൈസ നീ ആരും കളിക്കരുത്. ഏയ്!
കൊലിക്ക് പോവാതെ കളിയുണ്ടാക്കാൻ ചേട്ടാ നമുക്ക് തിരിച്ചു പോകാം. എഴുതി പോടാ. ദൈവമേ, ഞാനിനി എന്ത് ചെയ്യും? കടം വാങ്ങിച്ചവരോടൊക്കെ ഞാനിനി എന്ത് സമാധാനം പറയും? ഇനി നമുക്ക് ജീവിക്കണ്ട മോളെ. കൊന്നു കളഞ്ഞില്ലേടാ ആ പളുങ്ക് പെണ്ണിനെയും കുഞ്ഞിനെയും. നിനക്കിപ്പോ സമാധാനായല്ലോ. ഞാൻ കൊന്ന നീയാണ് കൊന്നത്, നീ മാത്രം. ഞാനെന്തിനു കൊല്ലണം? ഗീതേ, അവളെ നീതു പറയുന്ന ഡാഡി വിടറാ. നീയാണ് കൊന്നത്, നീയാണ് അതിന് ഉത്തരവാദി. പോയി ചാകട. ഞാനെന്തിനു കൊല്ലണം? ഞാൻ കൊന്ന നീ മാത്രമാണ് അതിന് ഉത്തരവാദി. ഞാനെന്ത് നീ കൊല്ലണോടാ? എന്റെ മോളെ, എന്റെ ഭാര്യ അതിനെ കൊല്ലണോടാ? നീ പറയണം. മണ്ണെണ്ണ ഒഴിച്ച് തീട്ടടാ, ചെന്ന് കാണടാ. ഒന്ന് കളഞ്ഞല്ലോടാ.
എന്റെ ഭാര്യ കൊച്ചു ഞാൻ കൊന്നു എന്റെ ഭാര്യ കൊച്ചിന് ഞാൻ കൊന്നു മോളെ നീതു ഇത് സതി മോനെ നിന്റെ ചേച്ചിയാടാ ഞാൻ. സതി ഒന്ന് നോക്കിയേ, നീ കുസൃതി കാട്ടി ചിരിപ്പിക്കുന്ന നിന്റെ ചേച്ചിയാ ഞാൻ. നോക്കടാ എന്നെ ഒന്ന് സതി. ഓർമ്മയിലുണ്ടൊരു നല്ല കാലം, നിഴലായി നടന്നൊരു ബാല്യകാലം. കണ്ണിലേ കൃഷ്ണമണിയായി കാത്തതല്ലേ നറുസ്നേഹമായ ഓരോ ചുവടിലും. കരുതലായി ഞാൻ കൂടെ നടന്നതല്ലേ, ചാരത്തിരുത്തി നല്ല പാഠങ്ങൾ പകർന്നതല്ലേ. രക്തബന്ധത്തിന്റെ നോവാൽ നെഞ്ചുപൊട്ടി ഞാൻ വിലപിച്ചിടുന്നു. ആരും ഒരു ലഹരിക്കും അടിമയാകല്ലേ. അച്ഛൻ ഇനിയെങ്കിലും ഈ കളി മതിയാക്കിക്കൂടെ അച്ഛാ?